നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വല്ലാത്തൊരു ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടോ? ഒരുമിച്ച് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരേ മുറിയിൽ താമസിക്കുമ്പോഴും നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് കാതങ്ങൾ അകലെയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിയായ സ്നേഹത്തോടെയും ഒരുപാട് സ്വപ്നങ്ങളോടെയും തുടങ്ങുന്ന പല ബന്ധങ്ങളും പിന്നീട് വെറുപ്പിലേക്കും പരസ്പരമുള്ള അകൽച്ചയിലേക്കും മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ ചില സൂക്ഷ്മമായ പെരുമാറ്റങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാകാം. വിവാഹ ജീവിതമെന്നത് പരസ്പരമുള്ള വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന ഒരു വലിയ കോട്ടയാണ്. എന്നാൽ ഈ കോട്ടയ്ക്ക് ഉള്ളിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങുമ്പോൾ അത് ആദ്യം തിരിച്ചറിയുക എന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല പങ്കാളിയോടുള്ള വെറുപ്പ്. അത് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ, നോട്ടങ്ങളിലൂടെ വളർന്നുവരുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനും തത്വചിന്തകനുമായ ആചാര്യ ചാണക്യൻ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും അവയുടെ സങ്കീർണതകളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്റെ ചാണക്യനീതിയിലൂടെ ലോകത്തിന് കാണിച്ചു തന്നിട്ടുണ്ട്. ഭരണതന്ത്രങ്ങളും രാഷ്ട്രീയവും മാത്രമല്ല ചാണക്യൻ ലോകത്തിന് നൽകിയത്, മറിച്ച് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതം, കുടുംബബന്ധങ്ങൾ, ഭാര്യാഭർത്തൃബന്ധങ്ങൾ എന്നിവ എങ്ങനെയായിരിക്കണമെന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള താളപ്പിഴകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു കുടുംബം സമാധാനപരമായി മുന്നോട്ടു പോകണമെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥയും തമ്മിൽ മാനസികമായ ഒരു ഐക്യമുണ്ടായിരിക്കണം എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള സ്നേഹം കുറയുകയും അവിടെ വെറുപ്പും വിദ്വേഷവും സ്ഥാനം പിടിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റങ്ങൾ കാലേക്കൂട്ടി തിരിച്ചറിയുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയെ നേരിടാനുള്ള ആദ്യപടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ആചാര്യ ചാണക്യന്റെ വീക്ഷണത്തിൽ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് വെറുപ്പ് തോന്നിത്തുടങ്ങുമ്പോൾ കാണിക്കുന്ന 10 പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. ഒന്നാമത്തെ ലക്ഷണം, ആശയവിനിമയത്തിൽ വരുന്ന വലിയ കുറവ് അല്ലെങ്കിൽ അർത്ഥവത്തായ സംസാരമില്ലാതാകുന്നത്. ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമുള്ള സംസാരമാണ്. തുടക്കകാലങ്ങളിൽ സ്വന്തം ഓഫീസിലെ കാര്യങ്ങളും കൂട്ടുകാരുടെ വിശേഷങ്ങളും തന്റെ സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളുമെല്ലാം ഭാര്യയുമായി പങ്കുവച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം വല്ലാത്തൊരു മൗനത്തിലേക്ക് വഴുതി വീഴുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. എന്തു ചോദിച്ചാലും വളരെ ചെറിയ വാക്കുകളിൽ ഉത്തരം നൽകുക, അല്ലെങ്കിൽ കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുക എന്നത് ഒരു അകൽച്ചയുടെ തുടക്കമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ വാക്കുകൾ ഇല്ലാതാകുമ്പോൾ അവിടെ വികാരങ്ങളും ഇല്ലാതാകുന്നു. ഭാര്യ പറയുന്നത് കേൾക്കാൻ അയാൾക്കൊട്ടും താൽപ്പര്യമില്ലാതിരിക്കുകയും തന്റെ കാര്യങ്ങൾ ഭാര്യയോട് പറയാതിരിക്കുകയും ചെയ്യുന്നത് അയാൾ ഭാര്യയെ തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ഇപ്പോൾ കാണുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ മൗനം പലപ്പോഴും വാക്കുകളേക്കാൾ മൂർച്ചയുള്ള ആയുധമായി മാറുകയും സ്ത്രീയുടെ മാനസിക സമാധാനം പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷണം, നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും കുറവുകൾ മാത്രം കണ്ടുപിടിക്കുന്ന സ്വഭാവവും. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വെറുക്കാൻ തുടങ്ങുമ്പോൾ അവൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും അയാൾക്ക് സംതൃപ്തി കണ്ടെത്താൻ കഴിയില്ല. അതിരാവിലെ എഴുന്നേറ്റ് കുടുംബത്തിനു വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും, എത്ര രുചികരമായ ഭക്ഷണമുണ്ടാക്കിയാലും അതിലെല്ലാം എന്തെങ്കിലും ഒരു കുറ്റം അയാൾ കണ്ടുപിടിക്കും. വസ്ത്രധാരണത്തിൽ, സംസാരിക്കുന്ന രീതിയിൽ, ബന്ധുക്കളോട് പെരുമാറുന്നതിൽ, കുട്ടികളെ നോക്കുന്നതിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും അയാൾ കുറ്റങ്ങൾ മാത്രം കാണാൻ തുടങ്ങും. ആചാര്യ ചാണക്യൻ പറയുന്നത് സ്നേഹമുള്ളിടത്ത് തെറ്റുകളെ ക്ഷമിക്കാനും തിരുത്താനുമുള്ള മനസ്സുണ്ടാകുമെന്നാണ്. എന്നാൽ സ്നേഹത്തിന് പകരം വെറുപ്പ് വരുമ്പോൾ ശരിയായ കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. നീ കാരണം എന്റെ ജീവിതം നശിച്ചു, നിനക്കൊന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള വാക്കുകൾ നിരന്തരം ഉപയോഗിച്ച് ഭാര്യയുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർക്കാൻ അയാൾ ശ്രമിക്കും. മൂന്നാമത്തെ ലക്ഷണം, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് യാതൊരു കാരണവുമില്ലാതെ അപമാനിക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ചാണക്യനീതി അനുസരിച്ച് ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം അവൾക്ക് നൽകുന്ന ബഹുമാനമാണ്. എന്നാൽ ഭാര്യയോട് വെറുപ്പ് തോന്നുന്ന ഒരു ഭർത്താവ് തന്റെ കൂട്ടുകാരുടെയോ സ്വന്തം കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ വെച്ച് ഭാര്യയെ കളിയാക്കാനും അധിക്ഷേപിക്കാനും യാതൊരു മടിയും കാണിക്കില്ല. ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും നൽകില്ല എന്നു മാത്രമല്ല, മറ്റുള്ളവർക്ക് മുൻപിൽ അവളെ ഒരു കോമാളിയാക്കി മാറ്റാൻ അയാൾ ബോധപൂർവം ശ്രമിക്കും. തന്റെ ഭാര്യയെ മറ്റുള്ളവർ ബഹുമാനിക്കേണ്ടതില്ല എന്നൊരു തെറ്റായ സന്ദേശം അയാൾ ഇതിലൂടെ നൽകുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഈ പരസ്യമായ അപമാനം വലിയ മാനസിക ആഘാതമാണുണ്ടാക്കുന്നത്. നാലാമത്തെ ലക്ഷണം, ഭാര്യയുടെ വികാരങ്ങളോടും സങ്കടങ്ങളോടും തികഞ്ഞ നിസ്സംഗത കാണിക്കുന്നത്. സ്നേഹമുള്ള ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വീഴുന്നത് പോലും സഹിക്കാൻ കഴിയില്ല. എന്നാൽ വെറുപ്പാണ് മനസ്സിലെങ്കിൽ ഭാര്യ എത്ര കരഞ്ഞാലും എത്ര വലിയ സങ്കടങ്ങൾ പങ്കുവച്ചാലും അയാൾക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടാകില്ല. അവൾ ശാരീരികമായി അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ പോലും ഒരു വാക്കുകൊണ്ടുപോലും ആശ്വസിപ്പിക്കാൻ അയാൾ തയ്യാറാകില്ല. ഇത് വെറുപ്പിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ്.
ചാണക്യൻ പറയുന്നത് ഒരുവന്റെ ദുഃഖത്തിൽ കൂടെ നിൽക്കാത്തവൻ ഒരിക്കലും ഒരു നല്ല ബന്ധുവാകാൻ കഴിയില്ല എന്നാണ്. ജീവിത പങ്കാളിയുടെ വേദന കാണുമ്പോൾ സ്വന്തം വേദനയായി തോന്നാത്ത ഒരു ഭർത്താവ് ആ ബന്ധത്തിൽ നിന്ന് മാനസികമായി വളരെ മുൻപ് തന്നെ പുറത്തുപോയി കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ലക്ഷണം, ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ എപ്പോഴും മടികാണിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നത്. വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും കുറച്ചുനേരം ഒരുമിച്ചിരിക്കാനുമെല്ലാം പങ്കാളികൾ സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ ഭാര്യയോട് താൽപര്യം നഷ്ടപ്പെട്ട ഒരു പുരുഷൻ എപ്പോഴും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും. അയാൾ ഓഫീസിലെ ജോലികൾ കാരണമില്ലാതെ നീട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയോ ഫോണിലോ സമയം ചെലവഴിക്കാൻ കൂടുതൽ താൽപര്യം കാണിക്കും. അവധി ദിവസങ്ങളിൽ പോലും വീട്ടിൽ നിൽക്കാതെ എന്തെങ്കിലും കാരണം കണ്ടെത്തി പുറത്തുപോകാൻ ശ്രമിക്കും. ഭാര്യയുമായി ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുന്നത് പോലും അയാൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമായി മാറും. ഒരുമിച്ച് സമയം ചെലവഴിക്കാതിരിക്കുക എന്നത് ആ ബന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ആറാമത്തെ ലക്ഷണം, സാമ്പത്തിക കാര്യങ്ങളിലുള്ള അവഗണന അല്ലെങ്കിൽ അമിതമായ നിയന്ത്രണം. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തേണ്ടത് ഭാര്യാഭർത്താക്കന്മാരുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഭാര്യയെ വെറുക്കുന്ന ഒരു ഭർത്താവ് പലപ്പോഴും പണത്തെ ഒരു ആയുധമായി ഉപയോഗിക്കാറുണ്ട്. അവളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും പണം നൽകാതിരിക്കുക, അവൾക്ക് സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ അത് മുഴുവനായും പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലെ വരവ് ചെലവുകളെക്കുറിച്ച് യാതൊന്നും അവളോട് പറയാതിരിക്കുക തുടങ്ങിയവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ചാണക്യനീതിയിൽ പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് അവളെ സാമ്പത്തികമായി പൂർണ്ണമായും തന്നിലേക്ക് ആശ്രയിക്കുന്ന ഒരവസ്ഥയിലെത്തിക്കുന്നത് അവളെ മാനസികമായി തളർത്താനുള്ള ഒരു തന്ത്രമാണ്. അവൾക്ക് കുടുംബത്തിലുള്ള സ്ഥാനം ഒരു ജോലിക്കാരിയുടേത് മാത്രമായി അയാൾ ചുരുക്കുന്നു. ഏഴാമത്തെ ലക്ഷണം, മറ്റ് സ്ത്രീകളുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുന്നത് എപ്പോഴും വേദന നൽകുന്ന ഒന്നാണ്. എന്നാൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തന്റെ സുഹൃത്തുക്കളുടെ ഭാര്യമാരുമായോ അയൽവാസികളുമായോ സിനിമാ നടിമാരുമായോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ മറ്റ് സ്ത്രീകളുമായോ നിരന്തരം താരതമ്യം ചെയ്യുന്നത് അവളോടുള്ള വെറുപ്പിന്റെ ഒരു പ്രകടനമാണ്. മറ്റുള്ളവർക്ക് നല്ല സൗന്ദര്യമുണ്ട്, അവർ നന്നായി പാചകം ചെയ്യും, അവർക്ക് നല്ല വിവരമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് സ്വന്തം ഭാര്യയെ എപ്പോഴും തരംതാഴ്ത്തി സംസാരിക്കുന്നത് അവളെ മാനസികമായി ഇല്ലാതാക്കും. താൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിലൂടെ അയാൾ ലക്ഷ്യമാക്കുന്നത്. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് എന്ന് മനസ്സിലാക്കാനും സ്വന്തം ഭാര്യയുടെ കഴിവുകളെ അംഗീകരിക്കാനും അയാൾ തയ്യാറാകില്ല. എട്ടാമത്തെ ലക്ഷണം, എപ്പോഴും നുണ പറയുകയും വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. സുതാര്യതയാണ് ഏത് ബന്ധത്തിന്റെയും വിജയം. ഭാര്യയും ഭർത്താവും തമ്മിൽ രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. എന്നാൽ ഭാര്യയോട് അകൽച്ചയുള്ള ഒരു ഭർത്താവ് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും അവളിൽ നിന്ന് മറച്ചുവെക്കും. തന്റെ മൊബൈൽ ഫോൺ എപ്പോഴും ലോക്ക് ചെയ്തു വെക്കുക, പാസ്വേഡുകൾ പങ്കുവെക്കാതിരിക്കുക, എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ എപ്പോഴും നുണകൾ പറയുക എന്നിവയെല്ലാം ഈ രഹസ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വാസമില്ലാത്ത ഒരു ബന്ധം വേരുകളില്ലാത്ത മരം പോലെയാണ് എന്നാണ്. ചെറിയ കാറ്റിൽ പോലും അത് മറിഞ്ഞു വീഴും. തന്റെ ഭർത്താവ് തന്നോട് നിരന്തരം നുണകൾ പറയുകയാണെന്നൊരു സ്ത്രീക്ക് മനസ്സിലാകുമ്പോൾ ആ ബന്ധത്തിലുള്ള സകല വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഒൻപതാമത്തെ ലക്ഷണം, ശാരീരികവും മാനസികവുമായ അകലം പാലിക്കുന്നത്. ഭാര്യാഭർത്തൃബന്ധത്തിൽ ശാരീരികമായ അടുപ്പത്തിന് വലിയ സ്ഥാനമുണ്ട്. അത് വെറുമൊരു ശാരീരിക ആവശ്യം എന്നതിലുപരി മാനസികമായ അടുപ്പത്തിന്റെ കൂടി പ്രതീകമാണ്. എന്നാൽ മനസ്സിൽ വെറുപ്പ് നിറയുമ്പോൾ ശരീരങ്ങൾ തമ്മിലുള്ള അകലവും വർദ്ധിക്കും. ഭാര്യയെ ഒന്ന് സ്പർശിക്കാൻ പോലുമോ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലുമോ അയാൾ തയ്യാറാകില്ല. അവളുടെ സാമീപ്യം പോലും അയാൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. ചിലപ്പോൾ മാസങ്ങളോളം ഒരു ശാരീരിക ബന്ധവും ഇല്ലാത്ത അവസ്ഥ ആ കുടുംബത്തിലുണ്ടാകാം. ഇത് ഒരു സ്ത്രീയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. താൻ ആകർഷണീയതയില്ലാത്തവളാണോ എന്ന ചിന്ത അവളെ നിരന്തരം വേട്ടയാടും. സ്നേഹമില്ലാത്ത ഒരു സ്പർശനം പോലും അവിടെ ഉണ്ടാകില്ല. പത്താമത്തേതും അവസാനത്തേതുമായ ലക്ഷണം, യാതൊരു കാരണവുമില്ലാതെ എപ്പോഴും ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്. ഉള്ളിലെ വെറുപ്പും അനിഷ്ടവും പലപ്പോഴും പുറത്തേക്ക് വരുന്നത് അകാരണമായ ദേഷ്യത്തിലൂടെയാണ്. വീട്ടിൽ വരുമ്പോൾ മുതൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വഴക്കുകളുണ്ടാക്കുക. ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കൊടുക്കാൻ വൈകിയാൽ പോലും അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. വീടിനുള്ളിലെ അന്തരീക്ഷം എപ്പോഴും കലുഷിതമാക്കി നിർത്തുക എന്നത് അയാളുടെ ഒരു സ്വഭാവമായി മാറും. ഭാര്യ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അതിലെല്ലാം ദേഷ്യം പിടിക്കുന്ന ഈ അവസ്ഥ ആ വീടിന്റെ സമാധാനം പൂർണ്ണമായും നശിപ്പിക്കും. ഭാര്യ എപ്പോഴും ഭയത്തോടെ എന്തെങ്കിലും തെറ്റുപറ്റി അയാൾ ദേഷ്യപ്പെടുമോ എന്ന പേടിയിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ടാകുന്നു. ഈ 10 ലക്ഷണങ്ങൾ ചാണക്യൻ തന്റെ നിരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് നൽകിയ വലിയ പാഠങ്ങളാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത് ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവാഹബന്ധം എന്നത് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും പരസ്പരം മനസ്സിലാക്കിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. എന്നാൽ ഒരു ഭാഗത്തുനിന്ന് നിരന്തരം അവഗണനയും വെറുപ്പും മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അത് സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പീഡനമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായേക്കാം. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഓർക്കുക.
മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ കണ്ടുവെന്ന് വരികിൽ ആ ബന്ധം ഇന്നോ നാളെയോ അവസാനിച്ചു എന്നർത്ഥമില്ല, മറിച്ച് ആ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ആശയവിനിമയവും തിരുത്തലുകളും അടിയന്തരമായി ആവശ്യമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വില മനസ്സിലാക്കുക. അനീതികൾക്ക് നേരെ ശക്തമായി പ്രതികരിക്കുക. മൗനം ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല.